മാച്ചിയുടെ നാളുകളിൽ ശരിക്കും പറഞ്ഞാൽ ഒരാഘോഷം എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ആരാധകരും അതെങ്ങനെ അനുഭവവേദ്യമാക്കുന്നു എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. കളിയുള്ള ദിവസം എന്തോ വളരെ പെട്ടെന്നാണ് സഞ്ചരിച്ചു പോകാറ്. രാവിലെ മുതൽ തുടങ്ങുന്ന ഒരുക്കങ്ങൾ മുതൽ കളി കഴിഞ്ഞ് വീട്ടിലെത്തി ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ നിറക്കുന്ന ഒരു പിടി സുന്ദര ഓർമ്മകളാണ് ആരാധകർക്ക് പലപ്പോഴും സമ്മാനിക്കുന്നത്. കാരണം ആരാധകരുടെ സന്തോഷവും ആർപ്പുവിളികളും ടീമിനെ സപ്പോർട്ട് ചെയ്തുള്ള ചാൻഡുകളും. കളിയിലെ ജയമോ തോൽവിയോ അവിടെ വിഷയമല്ലെന്നോർക്കണം. എല്ലാം കൊണ്ടുള്ള ആ പ്രതീതി ഒരുപക്ഷെ അവർക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതായിരിക്കും. ടിക്കറ്റുകളൊക്കെ സ്വന്തമാക്കി ഒരുപക്ഷെ ഫുട്ബോളിന്റെ പറുദീസയായി ആരാധകർ കരുതുന്ന സ്വന്തം ഗ്രൗണ്ടിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് ഓരോ ഗേറ്റിലൂടെയും ഓരോ സെക്കൻഡിലും ആയിരങ്ങൾ ഉള്ളിലേക്ക് അങ്ങനെ പ്രഹരിച്ചു കൊണ്ടിരിക്കും. ആ ആയിരങ്ങളാണ് ലക്ഷങ്ങളായി ഇരമ്പിയാർക്കുന്ന ശബ്ദവിസ്ഫോടനം തീർക്കുന്നതും. ഫുട്ബോൾ എന്ന ഒറ്റ സംസ്കാരത്തിൽ ജാതിമത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഒന്നിക്കുന്ന ആ സമയം, കളി തുടങ്ങി അവസാനിക്കുന്നത് വരെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ചെറിയവരിൽ പ്രായമായവർ വരെ ആകാംക്ഷയുടെയും അമ്പരപ്പിന്റെയും മുൾമുനയിൽ നിർത്തി ആസ്വദിച്ചു പോരുന്ന ആ നിമിഷം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് ആരാധകർക്ക് സമ്മാനിക്കാറ്. എല്ലാവരും മഞ്ഞപ്പടക്ക് വേണ്ടി ഒന്നിച്ച് ഉച്ചത്തിൽ ആർപ്പ് വിളിച്ചും വാദ്യാഘോഷങ്ങളിൽ ഉയർത്തുന്ന അവിസ്മരണീയമായ ഓർമ്മകൾ അങ്ങനെ തുടരുന്നു. കളിയാവേശം സിരകളിൽ നിറക്കുന്ന കാൽപന്തിന്റെ ലഹരി ഒന്ന് വേറെ തന്നെയാണ്. ആയിരങ്ങളുടെ ആർപ്പുവിളികൾ അങ്ങനെ ഉച്ചത്തിൽ ഉയരുമ്പോൾ മൈതാനത്ത് കളിക്കുന്ന ആ 11 കളിക്കാരിൽ തോൽവി പിണഞ്ഞു നിൽക്കുന്ന സമയത്ത് പോലും സമ്മാനിക്കുന്ന ഈ ഊർജം ഒരുപക്ഷെ തിരിച്ചുവരവുകളുടെ രൂപത്തിൽ ആരാധകർക്ക് വേണ്ടി അവർ സമ്മാനിക്കാറുമുണ്ട്. പ്രതീക്ഷ മങ്ങിയ മത്സരങ്ങളിൽ പലതും നേടാൻ ആരാധകർ ഒരു പങ്ക് വഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എതിരാളികൾ മാനസികമായി തകർന്നു വീണേക്കാം ഒരു പക്ഷേ. എതിർ ഫാൻസ് എപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിനെ പറ്റി പുകഴ്ത്തിയിട്ടേ ഉള്ളൂ. കാരണം 12-ാമൻ എന്ന നാമം എതിരാളികളിൽ പേടി സ്വപ്നവും സ്വന്തം ടീമിന് ആവേശവും അഹങ്കാരവുമായിരുന്നു. ഒരു മത്സര ദിനത്തിൽ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ക്ലബിന്റെ ജെയ്സി നിറത്തിന്റെ പര്യായമായ മഞ്ഞക്കടലായി മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും. സ്റ്റേഡിയത്തിന്റെ കിഴക്കൻ സ്റ്റാൻഡിലേക്ക് നോക്കിയാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ നിരവധി പിന്തുണക്കാരെ കാണാം. വർണ്ണാഭമായ ഫ്ലക്സുകളും കൂറ്റൻ ബാനറുകളും വൈക്കിംഗ് ക്ലാപ്പുകൾ, ഫ്ലാഷ് ലൈറ്റ്, സ്മോക്ക് ബോംബുകൾ എന്നിവയും അതിലേറെയും കൊണ്ട് അന്തരീക്ഷത്തെ അലയടിക്കുന്ന ഓരോ നിമിഷങ്ങൾ. ഇന്ത്യയിലെ ഫുട്ബോളിനോടുള്ള പ്രണയം എന്താണ് എന്ന് കാണണമെങ്കിൽ നിങ്ങൾ നേരെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് പോയിക്കോളൂ എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരം മലയാളികളുടെ സ്വന്തം ഹ്യൂമേട്ടൻ പറഞ്ഞത്. കേരളത്തിന് ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം തന്നത് ഈ ക്ലബ്ബ് തന്നെയാണ്. അതെ, ഇത് 11 പേരുടെ ടീമല്ല, ലക്ഷങ്ങളുടെ വികാരമാണ്, മഞ്ഞയിലലിഞ്ഞ വികാരം.